അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ സംഘർഷം അധികനാൾ ഉണ്ടാകില്ല എന്നാണ്. അത്തരമൊരു പ്രസ്താവന നടത്തിയതിന് പിന്നിൽ ട്രംപിനൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, തങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇറാനില്ല എന്നതായിരുന്നു അത്. പക്ഷേ അവിടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആക്രമണത്തിന് 4 ഇരട്ടിയായി പ്രത്യാക്രമണം നടത്തുകയും അമേരിക്കൻ താവളങ്ങളിൽ ഇറാൻ സംഹാരവും നടത്തുകയും ചെയ്തു. ഹോർമൂസിൽ ഇറാൻ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചതും. ഇപ്പോൾ ഇതാ സൗദിക്കെതിരെ ഹൂതികൾ ആക്രമണം വ്യാപിപ്പിച്ചതോടെ സംഘർഷം കനത്തിരിക്കുകയാണ്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഗൾഫിലും ചെങ്കടലിലും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാനും സഖ്യകക്ഷികളായ ഹൂതികളും നടത്തുന്ന ആക്രമണങ്ങൾ ആഗോളതലത്തിൽ കടുത്ത ആശങ്കയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത്. ഇറാൻ US സംഘർഷം തുടരവെ പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കുന്ന നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതർ. സൗദി അറേബ്യയിൽ ചെങ്കടൽ തീരത്തെ യാൻബുവിലും തെക്കൻ നഗരമായ ജിസാനിലും അരാംകോ എണ്ണ റിഫൈനറികൾക്ക് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. യാൻബുവിനെ ലക്ഷ്യമിട്ട 2 മിസൈലുകളെ സൗദി തകർത്തു. ജിസാനിൽ പ്രതിദിനം 4 ലക്ഷം ബാരൽ എണ്ണ കൈകാര്യം ചെയ്യുന്ന റിഫൈനറിയെയാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. റിഫൈനറിയിലെ സംഭരണ ടാങ്കുകളിൽ നിന്ന് തീ ഉയർന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ആളപായമോ നാശനഷ്ടമോ ഉണ്ടോ എന്ന് സൗദി ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല. യാൻബു, ജിസാൻ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരുന്നു. സൗദിയിലെ വിമാനത്താവളങ്ങളും എയർബേസുകളും എണ്ണ പൈപ്പ് ലൈനുകളും ആക്രമിക്കുമെന്ന ഹൂതികളുടെ ഭീഷണിയുമുണ്ട്. ഇതിനിടെ സൗദിയുടെ പിന്തുണയുള്ള യമനിലെ അന്താരാഷ്ട്ര അംഗീകൃത സർക്കാരിന്റെ എയർഫോഴ്സ് മാരിബിലെയും അൽ ജൌഫിലെയും ഹൂതി മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും ആയുധ ഡിപ്പോകളിലും ബോംബിട്ടു. ചെങ്കടലിൽ സൗദി കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് കരയിലേക്കും ഹൂതികൾ പോർമുഖം തുറന്നത്. വ്യാഴാഴ്ച ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപം സൗദിയുടെ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രി സൗദിയുടെ നേതൃത്വത്തിലെ സഖ്യസേന യമനിലെ ഹുദൈദ തുറമുഖത്തെയും കമറൻ ദ്വീപിലെയും ഹൂതി കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതികൾ യമൻ സർക്കാരിനെതിരെ 2014 മുതൽ ആഭ്യന്തര യുദ്ധത്തിലാണ്. സന അടക്കം വടക്കൻ യമൻ നിയന്ത്രണത്തിൽ ആക്കുകയും ചെയ്തു. തെക്കൻ നഗരമായ ഏദൻ ആസ്ഥാനമാക്കി അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഭരിക്കുന്നു. 1 ദശാബ്ദത്തിലേറെയായി സൗദിയുടെ നേതൃത്വത്തിലെ അറബ് സഖ്യസേന ഹൂതികൾക്കെതിരെ പോരാടുന്നു. 2022 നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ആക്രമണവും. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതിന്റെ രാജ്യാന്തര വിതരണ ശൃംഖലകളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെയും അടിയന്തര പ്രാധാന്യം സൗദി അറേബ്യ UN രക്ഷാസമിതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വാണിജ്യ കപ്പലുകളെയും ഊർജ്ജ അടിത്തറകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ലോകരാജ്യങ്ങളിലേക്കുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഒഴുക്കിനെയും ആഗോള വ്യാപാരത്തെയും സാരമായി ബാധിക്കുമെന്ന് UN സഭയിലെ സൗദി പ്രതിനിധി മുന്നറിയിപ്പ് നൽകി. അതേസമയം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ സൗദി അറേബ്യ, യമൻ കക്ഷികൾ, UN പ്രത്യേക ദൂതൻ എന്നിവരുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇറാനെതിരായ സൈനിക നടപടിയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി പിന്മാറുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ US വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരത്തിലുണ്ടായ വൻ കുറവ് അധികൃതർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് പിന്മാറ്റം. ഇനിയും ആക്രമണം തുടരുന്ന പക്ഷം മേഖലയിൽ USന്റെ പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം തീരുമെന്ന് മുതിർന്ന ഉപദേഷ്ടാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ സൈനിക നടപടിക്ക് US ഇപ്പോഴും പ്രാപ്തരാണെങ്കിലും പ്രതിരോധ മിസൈലുകളിൽ വൻ കുറവ് ഉണ്ടാക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് ശക്തമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദീർഘകാല പോരാട്ടം വൻ സാമ്പത്തിക നഷ്ടത്തിനും പ്രതിരോധ മിസൈൽ ശേഖരത്തിലെ വൻ കുറവിനും വഴിയൊരുക്കുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സൈനിക നടപടി തൽക്കാലം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ജോർദാനിൽ USന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തുളച്ചു കയറാൻ ഇറാൻ മിസൈലിന് സാധിച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും തിരിച്ചടിച്ചാൽ കുവൈറ്റ്, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ താവളങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവില്ലെന്നും ഈ ഭയവും USനുണ്ട്. എന്നാൽ ജൂലൈ 7-ന് ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പുനരാരംഭിച്ചതോടെ പ്രധാന എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള 3 എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇതിന് മറുപടിയായി ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. സൗദി ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടന്നെങ്കിലും ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള 2 എണ്ണ ടാങ്കറുകൾ ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ വിജയകരമായി കടന്നുപോയതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പാശ്ചാത്യ കപ്പലുകളെ അപേക്ഷിച്ച് ചൈനീസ് കപ്പലുകൾക്ക് ആക്രമണ ഭീഷണി കുറവാണെന്നാണ് വിലയിരുത്തൽ. എങ്കിലും കപ്പലുകൾ തങ്ങളുടെ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനങ്ങൾ
ഓഫ് ചെയ്താണ് ഇവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. ഹൂതികളുടെ ഉപരോധ ഭീഷണിയെ തുടർന്ന് ബാബൽ മന്ദേബ് വഴിയുള്ള വാണിജ്യ കപ്പലുകളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം 64 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30 കപ്പലുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അമേരിക്ക, ഇസ്രയേൽ, സൗദി അറേബ്യ എന്നിവയുമായി ബന്ധമുള്ള കപ്പലുകൾ ഈ മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്ന് യൂറോപ്യൻ യൂണിയൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യ ഇപ്പോൾ കലുഷിതമായി തന്നെ തുടരുകയാണ്.